ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നോട്ടീസ് നൽകി കഴിഞ്ഞു പോലീസ്. പരിശോധനയ്ക്കിടെ എന്തിനോടിപ്പോയെന്ന് താരം വിശദീകരിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നുമുണ്ട്. ഷൈൻ വൈകിട്ട് 3 മണിക്ക് ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പകൽ ഹോട്ടൽ മുറിയിലെത്തിയ 2 യുവതികളോട് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുമുണ്ട്. ഇതിൽ ഒരു യുവതിയുമായി ഷൈൻ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇവർക്ക് ലഹരി കച്ചവടവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേസമയം നടനെതിരായ നടി വിൻസി അലോഷ്യസിന്റെ ആരോപണത്തിൽ പരാതി ലഭിച്ചാൽ മാത്രമേ നടപടിയെടുക്കാനാകൂവെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. രാവിലെ 10 മണിക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ 3-ാം നിലയിൽ നിന്ന് അപകടകരമായ രീതിയിൽ പുറത്തു ചാടി താഴെ ഇറങ്ങി ഓടിയത് എന്തിന്? ഇക്കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് വിശദീകരണം തേടുക. കേസിൽ പ്രതിയല്ലാത്തതിനാൽ ഷൈനിന്റെ പുറകെ പോയി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട നടൻ കൊച്ചിയിലെ തന്നെ മറ്റൊരു ഹോട്ടലിൽ തങ്ങിയതായും പുലർച്ചെയോടെ തമിഴ്നാട്ടിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഷൈന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ്. മെൽജോസറുമായിട്ട് ആലോചിച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തുടർ നടപടികൾ കേസൊന്നുമില്ല. അപ്പോൾ അത് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിളിപ്പിക്കണമെങ്കിൽ മെൽജോസറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റും. കേസില്ല, ഫെയർ ഇല്ലല്ലോ. ഇല്ല ഒന്നുമില്ല. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ നടനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ചയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്ന് കടന്നു കളഞ്ഞ ഷൈൻ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തതായി പോലീസിന് വ്യക്തമായിരുന്നു. ബൈക്കിൽ ഇവിടെ എത്തിയ ഷൈൻ പുലർച്ചെയോടെ തൃശൂർ ഭാഗത്തേക്ക് പോയി. പുലർച്ചെ 3:30യോടെ ഓൺലൈൻ ടാക്സിയിലാണ് താരം ബോൾഗാട്ടിയിലെ ഹോട്ടൽ പരിസരം വിട്ടത്. ഒളിവിലിരുന്നും സമൂഹ മാധ്യമത്തിലൂടെ നടൻ പരിഹാസ പോസ്റ്റുകൾ തുടരുന്നുണ്ട്. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ആരോപണത്തിൽ നടി വിൻസി അലോഷ്യസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് താൽക്കാലികമായി ഉപേക്ഷിച്ചു. വിൻസി പരാതി നൽകാത്ത സാഹചര്യത്തിലാണിത്. വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. ലഹരി ഉപയോഗം സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സിനിമാ സെറ്റുകളിലും പരിശോധന ഊർജിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. എവിടെയാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത്, അതിന് പ്രത്യേക പരിഗണനയില്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 കൊച്ചി.